ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഭസ്മം തൊടുന്നവരാണ്. ഭസ്മം തൊടേണ്ടുന്നതിന് ചില രീതികളുണ്ട്. ആ രീതികളിൽ തന്നെ ഭസ്മം തൊട്ട് പ്രാർത്ഥിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഭസ്മം തൊടേണ്ടത് എന്ന് ശിവപുരാണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഹിന്ദുമത വിശ്വാസികളും ശിവപുരാണത്തിൽ എന്താണ് ഭസ്മത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം പുരാണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതാണ്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കാർക്കും തന്നെ വ്യക്തമായ ഒരു ധാരണയും ഒരു കാര്യത്തെപ്പറ്റിയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ പറയുന്നത് ശിവപുരാണത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഒരിക്കൽ മഹായോഗിയും സച്ചിദാനന്ദനുമായ വാമദേവൻ എന്ന യോഗി പല ദിക്കിലും സഞ്ചരിച്ച് വരികയായിരുന്നു. ആ യോഗി പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തും മറ്റു ചിന്തകളെല്ലാം ത്യജിച്ച് ധ്യാന യോഗിയായി മഹായോഗിയായി സഞ്ചരിച്ച് അദ്ദേഹം ക്രൗഞ്ച പർവ്വതത്തിൻ്റെ ഉന്നതമായ ശൃംഗത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവിടെ പീഡിപ്പെടുത്തുന്ന രൂപമുള്ള ഒരു ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ മഹാപാപി വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ഭൂമി കുലുങ്ങുമാറ അട്ടഹസിച്ചുകൊണ്ട് വാമദേവൻ്റെ മുമ്പിൽ വന്നു നിന്നു. അദ്ദേഹത്തെ കണ്ട് തൻ്റെ വിശപ്പകറ്റാമെന്നുള്ള ചിന്തയോടുകൂടി വായും പിളർന്ന് ഓടിയടുത്തെത്തുകയാണ് ആ ബ്രഹ്മരക്ഷസ്. അതു കണ്ടിട്ടും ആ യോഗീന്ദ്രൻ അല്പം പോലും ഇളകാതെ നിന്നു. ബ്രഹ്മതത്വം ഗ്രഹിച്ച ദിവ്യനായ ആ യോഗീശ്വരനെ, ആ യോഗിയെ ബ്രഹ്മരക്ഷസ് പെട്ടെന്ന് ചെന്ന് പിടിക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ ഭസ്മം പുരണ്ടപ്പോൾ ഉള്ളിൽ ജ്ഞാനം പ്രകാശിച്ചു. കാരണം വാമദേവൻ്റെ ശരീരം മുഴുവനും എന്ത് പൂശിയിരിക്കുകയായിരുന്നു? ഭസ്മം പൂശിയിരിക്കുകയായിരുന്നു. ഈ ബ്രഹ്മരക്ഷസ് ആ ഭസ്മം പുരണ്ട ശരീരത്തിൽ പിടിച്ചപ്പോൾ ബ്രഹ്മരക്ഷസിൻ്റെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിച്ചു. ഉടനെ അതിന് തൻ്റെ മുൻജന്മ കഥ ഓർമ്മ വന്നു. അപ്പോൾ ആ രാക്ഷസൻ ഇങ്ങനെ പറയുകയാണ്, അല്ലയോ മഹാത്മാവേ, അങ്ങ് ആരാണ്? അങ്ങയെ സ്പർശിച്ച മാത്രയിൽ തന്നെ എനിക്ക് 25 ജന്മങ്ങളിലെ കഥകളെല്ലാം ഇതാ മുമ്പിൽ കാണുന്നത് പോലെ തോന്നുകയാണ്. ആ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആ ബ്രഹ്മരക്ഷസ് യോഗിയായ വാമദേവനോട് ആ കഥ പറയുകയാണ്. ദുർജയൻ എന്ന പേരിലായിരുന്നു അന്നെൻ്റെ ജനനം. പല പ്രാവശ്യം ഞാൻ ദിഗ്വിജയം നടത്തി. പക്ഷേ വഞ്ചനയ്ക്കടിമപ്പെട്ടു. യവനന്മാരുടെ രാജാവായ ഞാൻ മഹാദുഷ്ടനായിരുന്നു. വളരെയധികം നീച പ്രവർത്തികൾ ഞാനന്ന് ചെയ്തിരുന്നു. അന്ന് ഞാൻ നിത്യവും പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ അവരെ പിന്നെ ഓർക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. ജാതിയോ മതമോ കുലമോ ഒന്നും നോക്കാതെയാണ് ഞാൻ അവരുമായി രമിച്ചത്. എനിക്ക് ശുദ്ധിയോ വിവേകമോ ഒന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ മുമ്പിൽ വരുന്ന സ്ത്രീകളെ എല്ലാവരെയും തന്നെ ഞാൻ ഒരുപോലെ കാമത്തോടുകൂടി നോക്കിയിരുന്നു. അങ്ങനെ നിർദ്ദയനും ക്രൂരനും ദുഷ്ടനും ദുരാചാരിയുമായ ഞാൻ വളരെയധികം കൗതുകത്തോടു കൂടിയാണ് കാമകേളിക്ക് തുനിഞ്ഞത്. രാജാവെന്ന പ്രൗഢിയിൽ കണക്കിലധികം സ്ത്രീ സേവ ചെയ്തതിനാൽ ക്ഷയരോഗം ബാധിച്ച ഞാൻ അധികം വൈകാതെ മരണമടഞ്ഞു. യമലോകത്തെത്തിയ എന്നെ യമകിങ്കരന്മാർ പിടിച്ച് വലിച്ച് പ്രഹരിച്ചു. അവർ എന്നെ ഉലക്ക കൊണ്ട് തല്ലി.
എല്ലും പല്ലുമെല്ലാം തവിട് പൊടിയായി. പലതരത്തിലും പ്രാണവേദന അനുഭവിച്ച് എന്നെ കിങ്കരന്മാർ ശുക്ലം നിറഞ്ഞ കിണറ്റിലിട്ട് ശുക്ലം കുടിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് 100,000 വർഷം കിടന്ന് നരകിച്ചു. ശേഷിച്ച പാപാനുഭവത്തിനായി പിന്നീട് ഞാൻ പിശാചായി ജനിച്ചു. ലോകത്തൊരിടത്തും ഗതി കിട്ടാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. 100,000 വർഷം കഴിഞ്ഞപ്പോൾ എന്നിലെ പിശാചത്വം വിട്ടുമാറി. അന്നു മുതൽ 23 ജന്മം ഞാൻ പലതരം ജന്തുക്കളായി ജനിച്ചു. ഈ ജന്മത്തിൽ ഞാൻ ബ്രഹ്മരക്ഷസ് ആയി തീരുകയും ചെയ്തു. വിശന്നു വലഞ്ഞു നടക്കുമ്പോൾ നിന്നെ കണ്ടു. കൊന്നു തിന്നാനായിട്ടാണ് ഞാൻ അടുത്തു വന്നത്. പക്ഷേ ദിവ്യയോഗിയായ അങ്ങയുടെ ശരീരത്തിൽ സ്പർശിച്ച മാത്രയിൽ തന്നെ എനിക്ക് ദിവ്യജ്ഞാനം ലഭിച്ചു. അങ്ങനെ എൻ്റെ ദുഷ്കൃതം മുഴുവനും ഇതാ നശിച്ചു പോയിരിക്കുന്നു. മനസ്സിൽ വിശുദ്ധി ലഭിച്ചതുമൂലം എനിക്ക് ജ്ഞാനോദയം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ശരീരത്തിന് ശുദ്ധി കൈവന്നിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ മഹാത്മാവായ അങ്ങേക്ക് കോടി കോടി നമസ്കാരം. അങ്ങേക്ക് എവിടെ നിന്നാണ് ഈ ദിവ്യശക്തി ലഭിച്ചതെന്ന് ദയവായി എന്നോട് പറഞ്ഞു തരൂ. ഞാനിതാ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മരക്ഷസ് വാമദേവനെ നമസ്കരിച്ചു. അത് കേട്ടപ്പോൾ വാമദേവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദേഹത്ത് ധരിച്ചിരുന്ന ഭസ്മക്കുറിയിലാണ് നീ തൊട്ടത്. അതുകൊണ്ടാണ് നിന്റെ പാപം ശമിച്ചത്. ഭസ്മക്കുറിയുടെ മഹാത്മ്യം വളരെ വലുതാണ്. ആ ശക്തി അപരിമിതമാണ്. ഒരു ബ്രാഹ്മണൻ ഭസ്മം കൊണ്ട് ദിവ്യനായി തീർന്നിരിക്കുന്നു. ആ കഥ കേട്ടുകൊള്ളുക. പണ്ട് ദ്രാവിഡ ദേശത്ത് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാൾ പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് തുള്ളുന്ന ഒരുത്തനായിരുന്നു. ബ്രാഹ്മണൻ്റേതായ നിത്യകർമ്മങ്ങളെല്ലാം അയാൾ ഉപേക്ഷിച്ചു. വേശ്യകളുടെ വീട്ടിൽ എപ്പോഴും പോയിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി മോഷ്ടിക്കും. ആ ദ്രവ്യവും കൊണ്ടുവന്ന് വേശ്യകളെ സൽക്കരിച്ചിരുന്നു. ഒടുവിൽ ഒരു ശൂദ്രൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അയാളുടെ ആചാരങ്ങളൊക്കെ ആ ബ്രാഹ്മണൻ അനുഷ്ഠിച്ചു. അധികം താമസിയാതെ ആ ശൂദ്രൻ്റെ വെട്ടേറ്റ് അയാൾ മരണമടഞ്ഞു. ബന്ധുക്കൾ ആ ശവശരീരം കാട്ടിൽ ഉപേക്ഷിച്ചു. ആളുകളെല്ലാം മടങ്ങിപ്പോയപ്പോൾ ചാരക്കൂട്ടിൽ കിടന്ന ഒരു പട്ടി ആ ശവം തൊടാനിടയായി. പട്ടിയുടെ ദേഹത്തു നിന്നുള്ള ചാരം ആ ശവശരീരത്തിൽ വീണു. നരകത്തിൽ എത്തിച്ചേർന്ന ആ ബ്രാഹ്മണനെ ശിവദൂതന്മാർ വന്ന് തേരിലേറ്റി കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. അത് കണ്ടപ്പോൾ യമധർമ്മൻ ഇങ്ങനെ ചോദിക്കുന്നു, ഹേ കിങ്കരന്മാരെ, ഈ മഹാപാപിയായ ബ്രാഹ്മണനെ നിങ്ങൾ എന്തിനാണ് മനോഹരമായ തേരിൽ കയറ്റിയത്? ഇവൻ ബ്രാഹ്മണധർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് പല പല ദുഷ്കർമ്മങ്ങളും ചെയ്ത് ഇങ്ങനെ നശിച്ചു നടന്നവനാണ്. ഇപ്പോൾ ഇവൻ എങ്ങനെയാണ് ഈ ഭാഗ്യം സിദ്ധിച്ചത്? അപ്പോൾ ശിവദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, ഉത്തമനായ ബ്രാഹ്മണൻ ഒരിക്കലും നരകത്തിൽ കിടക്കാൻ പാടില്ല. ഈ ശവത്തിൻ്റെ നെറ്റിയിലും തോളിലും മാറിലുമെല്ലാം ഭസ്മം പൂശിയിരിക്കുന്നത് അങ്ങ് കണ്ടില്ലേ? മഹാദേവൻ ഞങ്ങളോട് ഇയാളെ അവിടെ കൊണ്ടു ചെല്ലുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളെ തെല്ലും ഭയമില്ല. ഞങ്ങളിതാ ഇവനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവദൂതന്മാർ ബ്രാഹ്മണനെയും കൊണ്ട് ശിവലോകത്തിലേക്ക് പോകുന്നു. എന്നിട്ട് മഹാദേവന്റെ സന്നിധിയിൽ അവനെ കൊണ്ടു ചെന്നു നിർത്തുന്നു. ഭസ്മത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് വാമദേവൻ ആ ബ്രഹ്മരക്ഷസിനോട് ചോദിക്കുകയാണ്. മഹാദേവ പ്രസാദത്തിന് ഭസ്മം പോലെ നല്ലത് മറ്റൊന്നും തന്നെയില്ല. ഞാൻ ദിവസവും ഭസ്മധാരണം ചെയ്യുന്നതിനാൽ ചന്ദ്രചൂഡനായ ഭഗവാൻ മഹേശ്വരൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ആരായാലും
നിത്യവും ഭക്തിയോടുകൂടി ശിവനാമം ഉച്ചരിച്ചുകൊണ്ട് ഭസ്മം ലേപനം ചെയ്താൽ അയാൾ നിശ്ചയമായും ശിവലോകം പ്രാപിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ വാമദേവൻ ബ്രഹ്മരക്ഷസിനോട് പറയുകയാണ്. ഇത്രയും കേട്ടപ്പോൾ ആ ബ്രഹ്മരക്ഷസ് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ വാമദേവ, എനിക്ക് ബ്രഹ്മത്വം ഗ്രഹിക്കുവാനും മോക്ഷം ലഭിക്കുവാനും യോഗമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയെ കാണാനിടയായതും അങ്ങയെ സ്പർശിക്കാനിടയായതും. പണ്ടു ഞാൻ ബൗദ്ധനായിരുന്ന കാലത്ത് ഒരു നല്ല കാര്യം ചെയ്തിരുന്നു. ഗുണനിധിയായ ഒരു ദ്വിജന് കുറച്ചു ഭൂമി ദാനം ചെയ്തിരുന്നു. ആ ഒരൊറ്റ കാരണത്താൽ ധർമ്മരാജാവ് എന്നോട് പറഞ്ഞിരുന്നു, ഭാവിയിൽ നിനക്ക് മോക്ഷപ്രാപ്തിയുണ്ടാകും. ഒരു യോഗീന്ദ്രൻ വന്ന് നിന്നെ ഈശ്വര തത്വം പറഞ്ഞു കേൾപ്പിക്കും. ഉടൻ തന്നെ നിനക്ക് മോക്ഷവും ലഭിക്കും. ആ വാക്ക് ഇന്നിതാ സത്യമായിരിക്കുന്നു. അതുമൂലമാണ് നാം തമ്മിൽ കണ്ടുമുട്ടാനിടയായത്. ഭഗവാനെ ചന്ദ്രശേഖര, പാർവതീപദേ, അങ്ങേക്ക് ഈയുള്ളവൻ്റെ നമസ്കാരം. അല്ലയോ യോഗീന്ദ്ര, ഭസ്മധാരണം എങ്ങനെയാണ് വിധിപ്രകാരം അനുഷ്ഠിക്കേണ്ടുന്നത്? ഏതു മന്ത്രമാണ് ഭാഗ്യസിദ്ധിക്ക് ചൊല്ലേണ്ടത്? ഇതെല്ലാം അങ്ങനെക്ക് പറഞ്ഞു നൽകുക. ഞാനിതാ അങ്ങയുടെ ശിഷ്യനായി തീർന്നിരിക്കുന്നു. അങ്ങേക്ക് ഈ ഉള്ളവൻ്റെ കോടി നമസ്കാരം. രാക്ഷസൻ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട വാമദേവൻ ഇങ്ങനെ പറയുകയാണ്. നിന്റെ രൂക്ഷത വിട്ടുമാറുന്നതിനായി ദിവ്യവും ഭസ്മധാരണം നടത്തണം. ഞാനിത് മനസ്സിലാക്കിയത് മന്ദരാദ്രിയിൽ വസിക്കുന്ന കാലത്താണ്. പാർവതീ വല്ലഭനായ ശ്രീ പരമേശ്വരൻ ദേവന്മാരോട് ഭസ്മധാരണ വിധികൾ അരുളി ചെയ്യുന്നത് കേട്ടാണ് ഞാൻ അതെല്ലാം മനസ്സിലാക്കിയത്. പരിശുദ്ധമായ ഭസ്മം 3 വരയായി ധരിച്ചാൽ സകല പാപങ്ങളും ഉടൻ തന്നെ നീങ്ങിപ്പോകുന്നതാണ്. ഇത് എല്ലാ ജാതികളിലും പെട്ടവർക്കും ചെയ്യാവുന്നതാണ്. അതിനെടുക്കുന്ന ഭസ്മം ശുദ്ധമായിരിക്കണം. ചാണകം ചുട്ടെടുക്കുന്ന ഭസ്മമായിരിക്കണം ഏറ്റവും ഉത്തമം. ചാണകം ചുട്ടെടുക്കുന്ന ഭസ്മം തന്നെ വേണം ധരിക്കേണ്ടുന്നത്. രോഗം, പാപം, ദുസ്വപ്നം ഇവ ഭസ്മം ധരിക്കുന്നതു മൂലം വിട്ടുമാറും. 2 കൈകളുടെ മുകളറ്റത്തും നെറ്റിയിലും ഭസ്മം ധരിക്കണം. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവുമാണ് ഈ 3 വരകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴുത്തിൽ, കൈമുട്ടിൽ, നാഭിക്കു മുകളിൽ, വയറ്റിൽ, 2 വശങ്ങളിൽ കാൽമുട്ടുകളിൽ, ഇത്രയും സ്ഥാനങ്ങളിൽ ഭസ്മം ധരിക്കേണ്ടുന്നതാണ്. രാവിലെ ഭസ്മം വെള്ളം ചേർത്ത് നനച്ചാണ് ധരിക്കേണ്ടുന്നത്. വൈകുന്നേരത്ത് വെള്ളം തൊടാതെയും ധരിക്കണം. എപ്പോഴൊക്കെയാണോ ഭസ്മധാരണം ചെയ്യുന്നത് ആ സമയത്ത് നിർബന്ധമായും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. ഈശ്വര കൃപയ്ക്ക് ഉത്തമമായ മാർഗം ഭസ്മധാരണം തന്നെയാണ്. അന്നന്നു ചെയ്ത പാപങ്ങളും അന്യജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളും ഭസ്മധാരണത്താൽ നശിക്കും എന്നുള്ളത് തീർച്ചയാണ്. പുത്രന്മാരിൽ നിന്നുള്ള സുഖാനുഭവം, സ്നേഹിതന്മാരെ ലഭിക്കുക, സമ്പത്തുണ്ടാകുക, ദീർഘകാലം സൗഖ്യമായി വസിക്കുക, ശരീരസൗഖ്യം, യശസ്, മോക്ഷപ്രാപ്തി എന്നിവ സിദ്ധിക്കുന്നതിനും ഇത് ഉത്തമ മാർഗമാകുന്നു. ഇത്രയും പറഞ്ഞ ശേഷം യോഗീന്ദ്രൻ കരുണാമയനായി ശിഷ്യനായ ബ്രഹ്മരക്ഷസിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരിശുദ്ധമായ ഭസ്മം ജപിച്ചു കൊടുത്തു. രാക്ഷസൻ അത് വാങ്ങി വിധിപ്രകാരം ധരിച്ചു. ഉടൻ തന്നെ ആ ശരീരം ദിവ്യപ്രകാശം പരത്തി എന്നു മാത്രമല്ല, ദിവ്യമായ തേരിലേറി പരമാനന്ദമായ സ്വർഗലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ്
ഭസ്മധാരണത്തെ പറ്റി ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ വേണം നിങ്ങളെല്ലാവരും തന്നെ ഭസ്മം തൊടേണ്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.